എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആതിര എസ്നാഥ്, കൺസൾട്ടന്റ് ഫാമിലി ഫിസിഷ്യൻ, AR സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടുങ്ങല്ലൂർ. ഇന്ന് വേൾഡ് സ്ലീപ്പ് ഡേ, അതായത് ഉറക്ക ദിനം. നമ്മുടെ ജീവിതത്തിൽ ഉറക്കത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ അഭാവത്തിൽ വരാവുന്ന രോഗാവസ്ഥകളെക്കുറിച്ചുമൊക്കെയാണ് ഇന്നത്തെ ഈ ദിനത്തിൽ സാധാരണ ചർച്ചയാവുന്നത്. ഇന്നത്തെ മാറുന്ന ജീവിത രീതിയും അമിതമായ ജോലി സമ്മർദ്ദവും അതുപോലെ ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങളുമൊക്കെ എല്ലാവരുടെയും ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ മാനസിക ശാരീരിക ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ദിവസവും 7 തൊട്ട് 8 മണിക്കൂർ വരെയെങ്കിലും ഉറക്കം ലഭിക്കേണ്ടതാണ്. ഇന്നത്തെ വേൾഡ് സ്ലീപ്പ് ഡേയുടെ തീം എന്ന് പറയുന്നത് മേക്ക് സ്ലീപ്പ് ഹെൽത്ത് എ പ്രയോറിറ്റി എന്നതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യകരമായ ജീവിതത്തിനു വേണ്ടി ഉറക്കത്തിനും കൂടെ മുൻഗണന നൽകുക എന്നുള്ളതാണ്. നല്ല രീതിയിലുള്ള ഉറക്കം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ സ്ലീപ്പ് ഹൈജീനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഉറക്കത്തിന് പോകുന്നതിന് മുന്നേ നമ്മൾ പാലിക്കേണ്ട ചില കാര്യക്രമങ്ങളാണ് സ്ലീപ്പ് ഹൈജീനിൽ പറഞ്ഞു വരുന്നത്. നമ്മൾ എപ്പോഴും ഉറങ്ങുന്നതിനും ഉണരുന്നതിനും കൃത്യമായ ഒരു സമയക്രമം പാലിക്കുക. നല്ല ഉറക്കം വരുമ്പോൾ മാത്രം ബെഡിലോട്ട് പോവാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ദിവസവും 7 തൊട്ട് 8 മണിക്കൂർ വരെ ഉറക്കം ലഭിക്കുന്നുവെന്നത് ഉറപ്പാക്കുക. അതുപോലെ നമ്മൾ ബെഡിലോട്ട് പോയിട്ട് 20 മിനിറ്റിനുള്ളിൽ ഉറങ്ങാൻ പറ്റുന്നില്ല എങ്കിൽ തിരിച്ച് ആ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പോവുകയും എന്തെങ്കിലും മാസികയോ മറ്റോ വായിക്കുകയോ ചെയ്യുക. തിരിച്ച് ഉറക്കം വരുമ്പോൾ മാത്രം ബെഡിലോട്ട് വരിക. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുന്നേ ചായ, കാപ്പി, ആൽക്കഹോൾ എന്നിങ്ങനെ യാതൊന്നും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതുപോലെ നമ്മൾ ഉറങ്ങുന്ന മുറി നല്ല നിശബ്ദവും ഇരുണ്ടതും തണുപ്പുള്ളതുമായിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണത്തിന്റെ കാര്യം ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ കിടക്കുന്നതിന് 2-3 മണിക്കൂർ മുന്നെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കണം. അല്ലെങ്കിൽ അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് നെഞ്ചരിച്ചിലൊക്കെ കാരണം ഉറക്കം തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. ദിവസവും നന്നായിട്ട് വ്യായാമം ചെയ്യുക. പക്ഷെ ഉറങ്ങുന്നതിന് മുന്നേ കഠിനമായ വ്യായാമങ്ങൾ ചെയ്യുന്ന രീതി ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ പകലുറക്കവും ഒഴിവാക്കണം. അത് നിർബന്ധമുള്ള ആളാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു 30 മിനിറ്റ് എന്ന രീതിയിൽ അത് പരിമിതപ്പെടുത്താം. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്ക്രീൻ ടൈമാണ്. നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ യാതൊരു തരത്തിലുള്ള സ്ക്രീനുകളും, അതായത് മൊബൈൽ ഫോൺ, ടെലിവിഷൻ, ലാപ്ടോപ്പ് എന്നിങ്ങനെ യാതൊരു സ്ക്രീനുകളും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഉറക്കത്തിൽ കൃത്യത പാലിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിച്ചേക്കാം. ഹാർട്ട് അറ്റാക്ക് തൊട്ട് പൊണ്ണത്തടി, ഡിപ്രഷൻ, ആർത്രൈറ്റിസ്, ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കുഴപ്പങ്ങൾ, തലച്ചോറിനുള്ള കേടുപാടുകൾ തുടങ്ങി ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് ഇത് നയിച്ചേക്കാം. നിങ്ങൾക്ക് ഉറക്കക്കുറവും അതിനോടനുബന്ധിച്ച ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ സംയോജിതമായ ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുകയും അത് നേരത്തെ ഡിറ്റക്ട് ചെയ്ത് അതിൻ്റെ പ്രതിരോധങ്ങളും ട്രീറ്റ്മെൻറ്റുകളും സ്വീകരിക്കാനും ശ്രദ്ധിക്കുക. താങ്ക് യു.